പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 8:35 വിശുദ്ധ പൗലോസ്ലീഹ ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പട്ടിണിയോ, പീഡനമോ, നഗ്നതയോ, ആപത്തോ, വാളോ? യേശുവിൽ നിന്ന് നമ്മെ അകറ്റാൻ ഇവയ്ക്കൊന്നും സാധിക്കുകയില്ല എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിന് നമ്മോടുള്ള സ്നേഹം അനന്തമാണ്. യേശുവുമായി ആഴത്തിൽ ബന്ധമുണ്ടാകുമ്പോഴാണ് വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ നമുക്കും പറയാനായിട്ട് സാധിക്കുക. യേശുവിനെയും പീഡിപ്പിച്ചിരുന്ന സാവൂളിന് മാനസാന്തരമുണ്ടായത് ആകാശത്ത് നിന്നൊരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചപ്പോഴാണ്. യേശു അവനോട് ചോദിക്കുന്നതായിട്ട് അവൻ കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ദൈവത്തിൻ്റെ ശക്തി സാവൂളിൽ പതിച്ചപ്പോൾ അവനിൽ മാനസാന്തരമുണ്ടായി വിശുദ്ധ പൗലോസായി മാറി. പരിശുദ്ധാത്മാവാണ് യേശു ആരാണെന്നും യേശുവിൻ്റെ സ്നേഹം എന്താണെന്നും ബോധ്യപ്പെടുത്തി കൊടുത്തത്. യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിച്ചുകൊണ്ട് ചുറ്റി നടന്നു എന്നാണ് തിരുവചനം പറയുന്നത്. ഈശോയുമായി ആത്മബന്ധം വിശുദ്ധ പൗലോസിന് ഉണ്ടായപ്പോഴാണ് വിശുദ്ധ പൗലോസ്ലീഹ അപ്രകാരം പറഞ്ഞത്. യേശു നമ്മുടെ പാപഭാരമെല്ലാം ഏറ്റെടുത്ത് നമ്മെ രക്ഷിക്കുന്നതിനായി പീഡകൾ സഹിച്ച് കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശു വ്യക്തമാക്കുകയാണ്. ഈ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിനെ സ്വന്തമാക്കുവാൻ വേണ്ടിയാണ് നാം നിരന്തരം പരിശ്രമിക്കേണ്ടത്. അതിനുള്ള ശക്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. നാം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിലുണ്ടാകാൻ വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മളിൽ മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതം തന്നെ മറിയും. നാം ഒരു പുതിയ സൃഷ്ടിയായി മാറും. പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കും. പാപസാഹചര്യങ്ങളെയും പാപത്തെയുമെല്ലാം അകറ്റി നിർത്താൻ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനുള്ള കഴിവ് തരുന്നതും പരിശുദ്ധാത്മാവാണ്. വെറും മുക്കുവരന്മാരും ഭീരുക്കളുമായിരുന്ന ശിഷ്യന്മാർ, അതിൽ പത്രോസ് ശക്തമായി ധൈര്യത്തോടെ യേശുവിനെ സാക്ഷികളായി മാറുന്നത് നാം കാണുന്നുണ്ട്. ഈശോയുടെ വചനങ്ങൾ തീഷ്ണതയോടെ പ്രസംഗിച്ചു. ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന അനേകർക്ക് മാനസാന്തരം ഉണ്ടായി. അപ്പോൾ നാം ചോദിക്കും, മാമോദീസായിലൂടെ നമുക്കും പരിശുദ്ധാത്മാവിനെ ലഭിച്ചതല്ലേ? പിന്നെ എന്തിനാണ് അത് വർദ്ധിപ്പിക്കണം, നിറവുണ്ടാകണം എന്നൊക്കെ പറയുന്നത്? മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജീവിത രീതി കൊണ്ടും ദുഷ്ട മനസ്സുകൊണ്ടും പരിശുദ്ധാത്മാവിനോട് നിരന്തരം മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനും നിങ്ങളും. പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കുന്നു. നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ നാം വളർത്തണം, ഉജ്ജ്വലിപ്പിക്കണം. അത് എങ്ങനെ നമുക്ക് സാധിക്കും? വിശുദ്ധ ലിഖിതങ്ങളും, അതായത് സുവിശേഷങ്ങളും അതുപോലെ കൂദാശകളും നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ സാധിക്കും. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതാണ്. അപ്പസ്തോലന്മാർ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു കേട്ടവരിലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. അതിനാൽ നാം ദൈവവചനം വായിക്കുവാനും കേൾക്കുവാനും ധ്യാനിക്കുവാനും സമയം കണ്ടെത്തണം. അതുപോലെ കൂദാശകൾ നാം വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവ് വന്നു നിറയും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.